ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജീസ് എങ്ങനെയാണ്, അവരുടെ ഒരു ഓവറോൾ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് കൂടി നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. Princess of Swords, Five of Swords, Nine of Pentacles, Nine of Swords, Five of Wands, Six of Cups, Five of Pentacles, Eight of Wands, Six of Wands, Four of Swords, Two of Wands, Knight of Wands, Hermit, the Emperor, Three of Pentacles, Six of Swords, Princess of Cups. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ രണ്ട് വ്യക്തികൾ, നിങ്ങളുടെ പേഴ്സൺ ആയാലും തേർഡ് പാർട്ടി ആയാലും, രണ്ടും വളരെ സ്റ്റബേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കടുംപിടുത്തമുള്ള വ്യക്തികളായിരിക്കാം. അതായത് രണ്ടുപേരും വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്ന് വാശിയുള്ള ടൈപ്പ് വ്യക്തികളോ, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ളവരോ ആവണമെന്നില്ല. അതുപോലെ തന്നെ ഈഗോയും ചിലപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെയുള്ള ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ എങ്ങനെയുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു കലഹം, വാശി, ദേഷ്യം, വൈരാഗ്യം ഒക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും. കാരണം ഒരാൾക്ക് കുറച്ചൊരു സോഫ്റ്റ് നേച്ചറാണ്, വിട്ടുകൊടുക്കുന്ന മനോഭാവമാണെന്നുണ്ടെങ്കിൽ പിന്നെയും അതിനകത്തൊരു കാംനെസ് വരാറുണ്ട്. പക്ഷെ രണ്ടുപേരും ഇതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്ലാഷസ് കൂടുതലായിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു നേച്ചർ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ഇപ്പോൾ പരസ്പരം ഡൊമിനേറ്റ് ചെയ്യുന്ന നേച്ചർ ചിലപ്പോൾ രണ്ടുപേർക്കും ഉണ്ടാവാം. അതായത് ഇപ്പം നിങ്ങൾ വഴക്കോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള ഒരു വാദിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹോളോ വിക്ടറിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ അവർ തമ്മിലുണ്ടാവാം. മാത്രമല്ല ഒരു വ്യക്തി ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ മാറി നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ വീക്ഷിക്കുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാം. മേ ബി തേർഡ് പാർട്ടി അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. അപ്പോൾ കൂടുതലും ഇതിനകത്ത് ഇവർ തമ്മിലുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. മേ ബി ചിലപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ കാര്യങ്ങൾ പറഞ്ഞല്ലെങ്കിൽ അത് വീണ്ടും കുത്തിപ്പൊക്കി ഉണ്ടാവുന്ന വഴക്കുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് വളരെ കൂടുതലായിരിക്കും. കാരണം ഇവിടെ ഒരു പാസ്റ്റ് ബാഗേജ് ഒരാൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. അതുകൊണ്ട് അവർ തന്നെ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്. എന്നാൽ മറ്റേ ആളത് വലിയ വാല്യൂ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ വളരെ ടയർഡായിട്ടിരിക്കുന്നു, അപ്പോൾ മറ്റേയാളോട് ആശ്വസിപ്പിക്കുന്ന ഒരു ഇതിൽ ആളുടേതായിട്ടുള്ള രീതിയിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തോന്നുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. മറ്റൊരു വ്യക്തിയെ കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ഇടപഴകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പാസ്റ്റ് ബാക്കേജ് മൂലം ഉണ്ടാകുന്ന ഒരു ഹേർട്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ആവാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുന്നത്, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഉണ്ടാകുന്ന വഴക്കുകൾ കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു പീസ്ഫുള്ളായിട്ട് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, വിഷമമെല്ലാം തേർഡ് പാർട്ടി അനുഭവിക്കുന്നതായിട്ട് തന്നെ കാണാം. ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഇവിടെ നമുക്ക് നല്ലതുപോലെ വന്നിട്ടുണ്ട്. പല എനർജീസിലും അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് നമ്മൾ ആടിയൊലയുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന രീതിയിൽ അത്രയും ഒരു മൂൺ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരെ
എത്തിയ ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. അവർ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഫൈറ്റ് കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൂവ് ഓൺ ചെയ്ത് പോകാനുള്ള ഒരു തോന്നൽ, ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. പാർട്ട്ണർ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയും ഇവരും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 പേരും നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മയപ്പെടാൻ വേണ്ടി തയ്യാറാവുന്ന ആൾക്കാരല്ല. ഇപ്പൊ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അത്രയും മസ്റ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൺട്രോളിൽ വേണം കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡൊമിനേറ്റിംഗ് ഒക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനെ തുടർന്ന് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതിനൊന്നും വഴങ്ങുന്നില്ല. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഫൈറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് വഴക്ക്, ദേഷ്യം, പരസ്പരം മനസ്സിലാകാത്ത ഒരവസ്ഥ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അത്രയും ഇമോഷണലായിട്ട് അല്ലെങ്കിൽ അത്രയും ഡീപ്പ് അറ്റാച്ച്മെന്റ് ആയിട്ട് രണ്ടുപേരും പോകുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ പകരം ഈ വിട്ടുകൊടുക്കാനുള്ള മടി അല്ലാന്നുണ്ടെങ്കിൽ എൻ്റേതായിരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു തരത്തിലുള്ളൊരു താല്പര്യമാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കുമ്പോഴത്തേക്കും കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഫൈറ്റും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വീണ്ടും കോംപ്രമൈസ് ആവാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അതായത് ഇത് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും വിടാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ പറഞ്ഞത് പാച്ചപ്പ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില സമയത്തൊരു ബൂമിങ് പോലെ പെട്ടെന്നൊരു കൂടിച്ചേരൽ അവർ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള ആ ഒരു രീതി അവരുടെ റിലേഷൻഷിപ്പിനകത്ത് നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് വേണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കടന്നുകയറ്റമോ അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള നേച്ചറോ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടണമെന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില റീഡിങ്സ് ഒക്കെ എടുക്കുമ്പോൾ മനസ്സില്ല മനസ്സോടെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വളരെ സാക്രിഫൈസ് ആയിട്ട് പോകുന്ന എനർജിയൊക്കെ കാണാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല. കുറച്ചൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊക്കെയോ രീതിയിൽ അത് പാച്ചപ്പ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്താണ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. ഇവിടെ ഈ നമ്മൾ കാണുന്നത് പോലെ ഒരു റെസ്റ്റിംഗ് എനർജിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു സൈലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ഏതൊക്കെയോ തരത്തിൽ വീണ്ടും അത് പാച്ചപ്പ് ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു ഇടയ്ക്കെങ്കിലും ഉണ്ടാവുന്ന ആ ഒരു സ്പാർക്ക് അവരുടെ റിലേഷൻഷിപ്പിനകത്ത് കിട്ടുന്നുണ്ട്. അത് പക്ഷേ ഒരു ലോങ് ലാസ്റ്റിംഗ് എനർജി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് പോലെയുള്ള അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ഫിസിക്കൽ ഇൻറ്റിമസിയോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ നോക്കുന്നൊരവസ്ഥ. അല്ലാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ഒരു കോംപ്രമൈസിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരവസ്ഥ, ആ ഒരു സ്പാർക്ക് അതിനകത്ത് നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവർ കോപ്പറേറ്റ് ചെയ്ത് പോണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനിൽ പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഉണ്ടാവുന്നു, പരസ്പരം പൊരുത്തക്കേടുകൾ ഉണ്ടാവുന്നു, വാശി, വൈരാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് സംഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പൊരുത്തപ്പെട്ട് പോണം എന്നുള്ള ആ ഒരു സംഗതിയാണ്. ഇവിടെ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ലോങ് ടേം ഫ്യൂച്ചർ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അവർ കുറച്ചൊരു സ്പേസ് ഇട്ട് നിൽക്കാൻ അല്ലെങ്കിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൊക്കെ ആയിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല ചിലപ്പോൾ ആരെയും ആ ഒരു വ്യക്തി ഈ സമയത്ത് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവണമെന്നില്ല. അതിപ്പോൾ നിങ്ങളുമായിട്ടുള്ള കാര്യം നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് അറിയില്ല നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതെന്ന്. എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്രയധികം ഒരു ട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആഹ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് കാണിക്കുന്നില്ല. ചില റീഡിങ്സിനകത്തൊക്കെ വളരെയധികം ഒരു വിശ്വാസം അല്ലെങ്കിൽ അതിനകത്ത് കംപ്ലീറ്റ്ലി അടിപ്പെട്ടു പോയ വ്യക്തികളെയൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കൈയകലത്തിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്ലാഷസ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞ പോലെ പാസ്റ്റിലെ കാര്യങ്ങൾ എടുത്തിടുക. നിങ്ങളെക്കുറിച്ച് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലുള്ള വഴക്കുകൾ. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും
ആ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷണലി ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കടന്നുകയറ്റമെല്ലാം ഒന്ന് ശാന്തമാവണം എന്നവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കറൻറ്റ്ലി നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏജ് വൈസ് മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാൻ പോലും സാധ്യതയുണ്ട്. പക്ഷേ ഇവരുടെ 2 പേരുടെയും ആ ഒരു ബിഹേവിയറിൽ വളരെയധികം ഒരു ഇമ്മാച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ആ ഒരു പക്വമായിട്ടല്ല പല തീരുമാനങ്ങളും എടുക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നതും. ഇപ്പോൾ അവരിൽ കാണിക്കുന്ന കോമൺ ആയിട്ട് വരുന്ന വാശിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോളോ വിക്ടറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഇമ്മാച്യൂരിറ്റി നമുക്ക് നല്ലതുപോലെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ ഡാമേജ് ആക്കിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്ത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് പറയുമ്പോഴാണ് പാർട്ട്ണർ കൂടുതൽ ട്രിഗർ ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി അത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു തീരുമാനം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലിലേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നുള്ളത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും. നമ്മളിവിടെ കണ്ടതാണ് ഓൾറെഡി അവർ മാനസികമായിട്ടൊക്കെ വളരെ വിഷമത്തിലല്ല എന്നുണ്ടെങ്കിൽ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വളരെ ഹേർട്ടായിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇൻറ്റിമസിയൊക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. കോപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു കോപ്പറേറ്റീവ് മൈൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും. ഈ ഒരു എനർജീസാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ തന്നെ ഇങ്ങനെയാണ്. ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കോംപ്രമൈസ് ആവുക, വീണ്ടും പ്രശ്നങ്ങൾ വരിക, ആ ഒരു എനർജിയിൽ പോകുന്ന ആരുടെയൊക്കെ ഒരു റിലേഷൻഷിപ്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 10 of cups, 2 of cups, the moon, judgment, queen of cups, 2 of swords, king of wands, 3 of wands and 6 of coins. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ഇമോഷണൽ ഇൻറ്റിമസി നിങ്ങളോട് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ എടുത്തപ്പോൾ അവിടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇത്രയധികം വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആ ഒരു രീതിയിലേക്ക് വരുത്താൻ വേണ്ടി തേർഡ് പാർട്ടി ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ ഇൻറ്റിമസിയൊക്കെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഉണ്ട്. അല്ലെങ്കിൽ അത്രയും ആ ഒരു ലെവലിൽ ഈ വ്യക്തി കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു ഹൈഡിങ് അല്ലെങ്കിൽ മിസ്റ്ററി ഒക്കെ ഉള്ളതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു തേർഡ് പാർട്ടി നമ്മൾ നോക്കിയപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. പ്രോപ്പറായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരേണ്ടുന്ന സമയത്ത് അത് തരാതെ ഈ ഒരു വ്യക്തി മാറിപ്പോയിട്ടുണ്ടാവാം. കാരണം അവർക്ക് ആ ഒരു ആശയക്കുഴപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷൻസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും വേണ്ടുന്നൊരു സമയത്തൊരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടില്ല എന്നുള്ളത് കാണാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവർക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊക്കെ അവർക്ക് തോന്നുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ തീർച്ചയായിട്ടും ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണാം. ഇപ്പോൾ ചിലവർക്ക് ഇത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത്
പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും വിശ്വാസമില്ലായ്മ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മാറ്റാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒരു ഡെപ്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കാണുന്നത് എങ്ങനെയാണോ നിങ്ങളെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ ഇനിഷ്യലി നോക്കിയപ്പോൾ ആഗ്രഹം, താല്പര്യം, അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ വിചാരിക്കുന്ന രീതിയിൽ അത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഇൻഡിസിഷൻ മൈൻഡ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ആ ഒരു സ്ട്രോങ് ഡിസിഷനിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാനായിരിക്കാം. അതെല്ലാം ഈ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം ആ ഒരു ഫയർ ആൻഡ് വാട്ടർ എനർജിയാണ്. അപ്പോൾ അത്രയും പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്ന 2 വ്യക്തികൾ. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ഒരാളുടെ കുറവെന്താണോ അത് മറ്റൊരാൾ ഫിൽ ചെയ്യുന്നു എന്ന തരത്തിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ തന്നെ അത്തരത്തിലായിരിക്കാം. അപ്പം അങ്ങനെയുള്ള എനർജീസ് എന്ന് പറയുമ്പോൾ പരസ്പരം ഒരുപാട് സപ്പോർട്ടീവ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഏത് കാര്യത്തിനാണോ ഭയമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏഹ്, പേടി കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത്, മറ്റേയാളുടെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ അവർക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം, അപ്പോൾ പലതരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഒരാൾക്ക് ഇല്ലാത്തൊരു കാര്യം മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ളൊരു കണക്ഷനായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. മേ ബി പാസ്റ്റിലൊക്കെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അപ്പോൾ വീണ്ടും അത് തിരിച്ചു വേണം എന്നുള്ളൊരു ആഗ്രഹം ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വരണം. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അത്രയധികം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ചിലർക്കിത് കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേഷൻ കട്ട് ഓഫ് ആയ ഒരു അവസ്ഥയായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് പരസ്പരം യോജിച്ച് പോകാൻ താല്പര്യമുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇൻറ്റിമസിയിലേക്ക് ഈ ഒരു പേഴ്സൺ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ടും കഴിയുന്നുണ്ടാവാം. നേരത്തേനേക്കാളും ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി എനർജി നോക്കിയപ്പോൾ ആ ഒരു കണക്ഷൻ വിട്ടുപോയിട്ടൊന്നുമില്ല. തേർഡ് പാർട്ടി ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഔട്ട്ലുക്കാണ്, അവരുടെ താല്പര്യവും ആഗ്രഹമാണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി നിലനിൽക്കുമ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില കേസസിൽ തേർഡ് പാർട്ടി ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രധാന തടസ്സം ആ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ ആ ഒരു സെപ്പറേഷൻ ഫേസ് ഓൺ ആൻഡ് ഓഫ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.